ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സഞ്ജീനാസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൊഴുക്കട്ട ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും കൊഴുക്കട്ട ഉണ്ടാക്കുന്നൊരു ദിവസമായിട്ട്, പ്രത്യേകിച്ച് അങ്കമാലി എറണാകുളം സൈഡിലോട്ട് ഞങ്ങളെല്ലാം കൊഴുക്കട്ട ഉണ്ടാക്കുന്നൊരു ദിവസമാണ്. അത് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് ഈശോ ഉയർപ്പിച്ച ലാസറിൻ്റെ സഹോദരിമാർ ഈശോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു മാവ് കുഴച്ചുണ്ടാക്കി കൊടുത്തൊരു പലഹാരം കേട്ടോ. അപ്പോൾ അതിനെയും കൂടെ അനുസ്മരിക്കാനാണ് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് മാവെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെക്കുക കേട്ടോ. ഏകദേശം കുഴച്ചിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഏലക്കായയും ജീരകവും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പൊടിച്ചെടുക്കുക, ഒരുപാട് പൊടിഞ്ഞില്ലെങ്കിലും നന്നായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ മാതിരി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ശർക്കര, ഞാനിവിടെ ഏകദേശം ഒരു വലിയ കട്ട ശർക്കരയും ഒരു ചെറിയ പീസും നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഏലക്കായും ജീരകവും പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, തേങ്ങ ചിരകിയത്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കാം. കറക്റ്റ് പാകത്തിന് പാനിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ആ തേങ്ങ അതിൽ കിടന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കി ഇത്തിരി തീ കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ ഇതേപോലെ വെള്ളമില്ലാത്ത അവസ്ഥയിലായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഏലക്കായും ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ചുക്കിൻ്റെ പൊടി കൂടെ ചേർക്കാം കേട്ടോ, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. അപ്പം നമ്മുടെ ശർക്കരയും തേങ്ങയും ഏലക്കായും ജീരകവും കൂടെ ചേർന്ന് നന്നായിട്ട് വിളയിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ കൊഴുക്കട്ട ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞങ്ങൾ കൂടുതലും കൊഴുക്കട്ട ശനിയാഴ്ചയാണ് കേട്ടോ കൊഴുക്കട്ട ഉണ്ടാക്കാറുള്ളൂ. അല്ലാതെ അങ്ങനെ നമുക്ക് ചായയുടെ ഒരു സ്നാക്സ് പോലെയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. പ്രത്യേകമായിട്ട് ഉണ്ടാക്കാറുള്ളത് ഇതുപോലെ ശർക്കര പാനിയിലൊക്കെ ചേർത്ത് നന്നായിട്ട് വിളയിച്ചെടുത്ത് ശർക്കരയും തേങ്ങയൊക്കെ വിളയിച്ചെടുത്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ കൊഴുക്കട്ട ശനിയാഴ്ച മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഓരോന്നായിട്ട് നമ്മളിത് ഇങ്ങനെ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കി അതിലേക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ വിളയിച്ചത് ചേർത്ത് നമ്മൾ ഉരുട്ടിയെടുത്തു. ഇനി നമുക്കത് ആവിയിൽ ഇഡ്ഡലി ചെമ്പിൻ്റെ അകത്ത് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കൊഴുക്കട്ടയൊക്കെ വേഗം റെഡിയാക്കിയിട്ട് പള്ളിയിൽ പോകാനുള്ള പരിപാടികൾ നോക്കാൻ പോവാണ്. കാരണം ഇന്ന് പള്ളിയിൽ മലയാളത്തിൽ കുർബാനയും നമ്മുടെ ഓശാന തിരുക്കർമ്മങ്ങളൊക്കെ നമുക്ക് ഇന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് പോകാൻ റെഡിയാവാം കേട്ടോ. നമ്മൾ കൊഴുക്കട്ടയൊക്കെ റെഡിയാക്കി വെച്ച് നമ്മളിനി പള്ളിയിൽ പോയിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ പോയി തിരിച്ചെത്തി നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നമ്മൾ കഴിക്കുകയാണ്, ചായയും കൂട്ടി കഴിക്കുക കേട്ടോ. അങ്ങനെ കൊഴുക്കട്ടയൊക്കെ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓശാന തിരുനാൾ നേരുന്നു കേട്ടോ. ഞങ്ങളും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, നമുക്ക് കുരുത്തോലയൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പാം സൺഡേ നേരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബായ്.